ഹലോ എവരിവൺ. ഫിഫ്ത്ത് മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫോറിയർ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് എഴുതാൻ വേണ്ടി കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി നോ ദാറ്റ് എനി പീരിയോഡിക് ഫംഗ്ഷൻ എഫ് എൽ ഓഫ് എക്സ് ഓഫ് പീരീഡ് 12 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഫോറിയർ സീരീസ്. എഫ് എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity an cos n pi x by l പ്ലസ് bn sin n pi x by l. അതായത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എഫ് എൽ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ പീരീഡ് 12 ആണെങ്കിൽ നമുക്കതിനെ ഫോറിയർ സീരീസിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷനാണ് അവിടെ കൊടുത്തേക്കണത്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. ഇനി ഇഫ് വി ലെറ്റ് എൽ ടെൻസ് ടു ഇൻഫിനിറ്റി ദ എബവ് ഇൻഫൈനൈറ്റ് സീരീസ് ബിക്കംസ് ആൻ ഇൻ്റഗ്രൽ ഫ്രം 0 to infinity വിച്ച് റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ്. അതായത് നമ്മൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാനാണ് പഠിച്ചത്, നമ്മളിവിടെ ഫോറിയർ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫോറിയർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അതിൽ എൽ ടെൻസ് ടു ഇൻഫിനിറ്റി, എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീരീഡ് ആയിരുന്നു. അത് ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സമ്മേഷൻ എന്നുള്ളതൊക്കെ എന്താവും, ഇൻ്റഗ്രലായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇൻഫൈനൈറ്റ് സീരീസ്, അതായത് ആ സമ്മേഷൻ എന്നുള്ളത് നമുക്കറിയാം ഒരു ഇൻ്റഗ്രലായിട്ട് മാറും, ഇൻ്റഗ്രൽ 0 to infinity. അപ്പോൾ ആ കേസിൽ നമ്മളതിനെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ ഫോം ഇതാണ്: എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ, ഗാമയാണെന്ന് തോന്നുന്നു, ഞാനതിനെ ഗാമ എന്ന് വിളിക്കുന്നു, പ്ലസ് സൈൻ ഒമേഗ എക്സ് ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഓഫ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ ഡി ഒമേഗ. അപ്പം ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണത്. നെക്സ്റ്റ് ഫോറിയർ ഇൻ്റഗ്രൽ തിയറം. If f of x is piecewise continuous in every finite interval and has a right hand derivative and a left hand derivative at every point, and then f of x can be represented by a Fourier integral. f of x is equal to integral 0 to infinity a omega cos omega x plus b omega sin omega x d omega. അതായത് ഇത്രേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്നുള്ളത് പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതായത് എവറി ഫൈനൈറ്റ് ഇൻ്റർവെല്ലിൽ അത് പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പിന്നെ എല്ലാ പോയിന്റിലും അതിന് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഒരു ഫോറിയർ ഇൻ്റഗ്രലായിട്ട് ഡിനോട്ട് ചെയ്യാം. അതിൻ്റെ ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ ഫോമാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity a omega cos omega x പ്ലസ് b omega sin omega x, വേർ ആ a ഒമേഗയുടെ ഫോം 1/π ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ, ബി ഒമേഗയുടെ ഫോം 1/π ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. അപ്പോൾ നേരത്തെ എഴുതിയ ആ സെയിം ഇൻ്റർവെൽ തന്നെയാണ്. അതിൽ നമ്മൾ ആ ഇൻ്റഗ്രലിന് എന്ത് കൊടുത്തു എന്നുള്ളൂ, എ ഒമേഗ ബി ഒമേഗ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തെന്നുള്ളൂ. അറ്റ് എ പോയിന്റ് വേർ എഫ് ഓഫ് എക്സ് ഇസ് ഡിസ്കണ്ടിന്യൂസ് ദ വാല്യൂ ഓഫ് ദ ഫോറിയർ ഇൻ്റഗ്രൽ ഈക്വൽസ് ദി ആവറേജ് ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് സീരീസ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണോടത്തൊക്കെ നമുക്ക് ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആവുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞു പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്, അപ്പോൾ ചില ആ എൻ പോയിന്റിലൊന്നും എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണമെന്നില്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആവണ പോയിന്റിലൊക്കെ ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആവറേജിനോട് ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോൾ ഫോറിയർ ഇൻ്റഗ്രലാണ് പഠിച്ചത്. ഇനി ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലും ഉണ്ട്, ഫോറിയർ സൈൻ ഇൻ്റഗ്രലും ഉണ്ട്. നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ പഠിച്ചപ്പോൾ അതിൽ കോസിൻ്റെ ടേമും ഉണ്ടായി, സൈൻ്റെ ടേമും ഉണ്ടായി. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ആ ഫോറിയർ സീരീസിൽ കോസിൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ സൈൻ്റെ ടേം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോം എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity a ഒമേഗ കോസ് ഒമേഗ ഡി ഒമേഗ. ആ സൈൻ്റെ ടേം ഇല്ല. വേർ a ഒമേഗ ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to infinity എഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ.
അപ്പോൾ എ ഒമേഗ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എ ഒമേഗ എന്നുള്ളത് 2/π അവിടെ 1/π ആയിരുന്നു നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രൽ എഴുതിയപ്പോൾ. ഇത് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ഫൊറിയർ സീരീസ് പഠിച്ച പോലെ തന്നെയാണ് ഇവിടെ ഇൻ്റഗ്രേഷൻ, ഫൊറിയർ ഇൻ്റഗ്രൽ ആണെന്നേ ഉള്ളൂ. ഇനി ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോം. ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോം എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ, വെർ ബി ഒമേഗ ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if mod x less than 1, 0 if mod x greater than 1, and hence evaluate integral 0 to infinity sin omega cos omega x by omega d omega. അപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if mod x less than 1, 0 if mod x greater than 1. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ? -1 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്, ബാക്കി എല്ലായിടത്തും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ ഇതിൽ എ ഒമേഗയും ബി ഒമേഗയും കണ്ടുപിടിച്ച് ജസ്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ ഒമേഗയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എ ഒമേഗ എന്നുള്ളത് 1/π ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ. അപ്പം -ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ -1 തൊട്ട് 1 വരെ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് -ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, -1 തൊട്ട് 1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് എഴുതാം? ഇറ്റ് ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -1 to 1 എഫ് ഓഫ് ഗാമ എന്നുള്ളത് 1 ആവും കോസ് ഒമേഗ ഗാമ ഡി ഗാമ. നമ്മൾ പറഞ്ഞു കോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ -a to a നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ 0 to a എന്ന് പറഞ്ഞ് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to 1 കോസ് ഒമേഗ ഗാമ ഡി ഗാമ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 2/π കോസ് ഒമേഗ ഗാമിനെ വിത്ത് റെസ്പെക്ട് ടു ഗാമ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ഗാമ ബൈ ഒമേഗ ലിമിറ്റ് 0 to 1 ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ എ ഒമേഗ കിട്ടി. ഇനി നമുക്ക് ബി ഒമേഗയാണ് കിട്ടേണ്ടത്. ബി ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/π ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -1 തൊട്ട് 1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം 1 സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. നമുക്കറിയാം സൈൻ ഒമേഗ ഗാമ എന്നുള്ളതൊരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ -1 to 1 സൈൻ ഒമേഗ ഗാമ എന്നുള്ളത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ബി ഒമേഗയുടെ വാല്യൂ 0 ആണ്. ഇപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായി. അതിൽ എ ഒമേഗയും ബി ഒമേഗയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ഒമേഗയുടെ വാല്യൂ 0 ആയിട്ട് പോകും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് നമ്മുടെ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കി, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നുണ്ട്. 2/π നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ആ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 if mod x less than 1, 0 if mod x greater than 1. നോക്കി വിച്ച് ഇസ് ഈക്വൽ ടു നോക്കി mod x ലെസ് ദാൻ 1 നമ്മൾ π/2 ഉള്ളിലോട്ട് എടുക്കാം. π/2 ആണ്. ഇനി mod x ഗ്രേറ്റർ ദാൻ 1 ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണ്. ഇനി അറ്റ് mod x is equal to 1 നോക്കി mod x is equal to 1 ആണ് ഇതിൻ്റെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ? mod x ലെസ് ദാൻ 1 ഫംഗ്ഷൻ്റെ വാല്യൂ 1ഉം mod x ഗ്രേറ്റർ ദാൻ 1 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ mod x is equal to 1 അതായത് x is equal to 1ഉം x is equal to -1 ആവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവും. അപ്പോൾ നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രൽ തിയറം
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂവിറ്റി, നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂവിറ്റിയിൽ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്നുള്ളത് എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആവറേജ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കും, അതിൻ്റെ ആവറേജ് എടുക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇപ്പോൾ നമ്മളായിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 നോക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1 വലിയ പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 1 ഗ്രേറ്റർ ആകുമ്പോൾ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ളത് എന്തായിരിക്കും? 1 ചെറിയൊരു നമ്പർ എന്ന് പറയുമ്പോൾ അത് -1 (x) <1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലായിരിക്കും അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ π/2 ആയിരിക്കും. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ π/2 + 0 / 2. അങ്ങനെയാണ് നമ്മൾ 1 ആവറേജ് എടുക്കുക. അതുപോലെ -1 നിങ്ങൾ ചെക്ക് ചെയ്താലും സെയിം തന്നെ ആയിരിക്കും. -1 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ളത് 0 ആയിരിക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ളത് π/2 ആയിരിക്കും, ആവറേജ് എന്നുള്ളത് π/2 + 0 / 2. അതായത് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്നത് π/2 if mod x less than 1, π/4 if mod x is equal to 1, 0 if mod x greater than 1. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് f of x is equal to 0 for x less than 0, 1/2 for x is equal to 0, e raised to -x for x greater than 0. നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ എന്നുള്ളത് എക്സ് ലെസ് ദാൻ 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1/2, എക്സ് ഗ്രേറ്റർ ദാൻ 0, e raised to -x. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്തായിരുന്നു? f of x is equal to integral 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. a of omegയും b omegയും കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a of omegയുടെ ഇക്വേഷൻ എന്താ? 1/π integral -infinity to infinity f ഗാമ cos omega ഗാമ d ഗാമ. അപ്പോൾ നോക്കി, -infinity തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കി, എക്സ് ലെസ് ദാൻ 0യിൽ 0 ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ 1/2 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ e raised to -x ആണ്. ഇപ്പോൾ നോക്കി, എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് നമ്മൾ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ മാത്രം ഫംഗ്ഷൻ്റെ വാല്യൂ 1/2 ആണ്. പക്ഷെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ പോയിന്റിൽ വാല്യൂ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഇൻ്റഗ്രൽ 1/2 to 1/2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് 0 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. പിന്നെ ഇൻ്റഗ്രൽ 0 to infinity അവിടെ എഫ് ഓഫ് ഗാമ എന്നുള്ളത് എന്താ? e raised to -ഗാമ cos omega ഗാമ d ഗാമ. ഇനി നമ്മളത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. നമുക്കറിയാം എൽ ഓഫ് കോസ് ഒമേഗ ടി എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to infinity e raised to -st cos omega t dt. ഇപ്പോൾ നോക്കി, അവിടെ വേരിയബിൾ ടി അല്ല ഗാമയാണ്. എസിൻ്റെ സ്ഥാനത്ത് അവിടെ എന്താ? എസിൻ്റെ സ്ഥാനത്ത് അവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? which is equal to 1/π L of cos omega t for s is equal to 1. 1/π L of cos omega t എന്താ? s/s² plus omega square with s is equal to 1 ആണ്. അപ്പോൾ എസിന് 1 കൊടുക്കുമ്പോൾ 1/π into 1/1 plus omega square എന്ന് കിട്ടും. അപ്പോൾ a of omega കിട്ടി. ഇനി b of omega കിട്ടണം. b of omegയുടെ ഇക്വേഷൻ 1/π integral -infinity to infinity f of gamma sin omega gamma d gamma which is equal to 1/π integral. നമ്മൾ പറഞ്ഞു -infinity തൊട്ട് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫംഗ്ഷൻ നോക്കുമ്പോൾ 0 തൊട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to infinity e raised to -ഗാമ sin omega ഗാമ d ഗാമ. ആ ഇൻ്റഗ്രൽ എന്നുള്ളത് എന്താ വരാം? L of sin omega t ആണ് വിത്ത് s is equal to 1. ഇപ്പോൾ L of sin omega t എന്നുള്ളത് omega/s² plus omega square ആണ്. s is equal to 1 ആയതുകൊണ്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ b of omega എന്നുള്ളത് 1/π omega/1 plus omega square എന്ന് കിട്ടും. a of omega കിട്ടി, b of omega കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നോക്കി, 1/π കോൺസ്റ്റൻ്റ്, 1/π കോമൺ. അതായത് a of omegയിലും 1/π ഉണ്ട്, b of omegയിലും 1/π ഉണ്ട്. 1/π ഇൻ്റഗ്രലിന് പുറത്തെടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to infinity cos omega x/1 plus omega square plus omega sin omega x/1 plus omega square d omega എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് അടുത്ത ഫംഗ്ഷൻ നമുക്ക് തന്നേക്കുന്നത് f of x is equal to 2 if mod x less than 1, 0 if mod x greater than 1. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. സാധാരണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നോക്കിയാൽ mod x ലെസ് ദാൻ 1ലാണ് ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ 2. നമ്മൾ സാധാരണ ഫോറിയർ ഇൻ്റഗ്രൽ എഴുതാം.
എ ഒമേഗ കണ്ടുപിടിക്കുക, ബി ഒമേഗ കണ്ടുപിടിക്കുക. നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അതിൽ എ ഒമേഗയുടെ വാല്യൂ ബി ഒമേഗയുടെ വാല്യൂ അവിടെ എഴുതിയിട്ടുണ്ട്. എ ഒമേഗ എന്നുള്ളത് 4 സൈൻ ഒമേഗ ബൈ പൈ ഒമേഗ എന്ന് കിട്ടും. ബി ഒമേഗ എന്നുള്ളത് 0 കിട്ടും. എന്നിട്ട് ജസ്റ്റ് ആ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിൽ എ ഒമേഗയുടെ വാല്യൂ ബി ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ആസ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ വേർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if 0 less than x less than 1, 0 if x greater than 1. അപ്പോൾ നമുക്ക് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോറിയർ ഇൻ്റഗ്രൽ അല്ല, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ എ ഒമേഗയുടെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എ ഒമേഗ എന്നുള്ളത് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ശ്രദ്ധിക്കണം, നമ്മുടെ ഫോറിയർ ഇൻ്റഗ്രൽ പോലെയല്ല. അവിടെ 1/π ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയിരുന്നു. ഇവിടെ 2/π ഇൻ്റഗ്രൽ എന്നുള്ളത് 0 to ഇൻഫിനിറ്റി എഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു 2/π. നോക്കിയേ, 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 0 to ഇൻഫിനിറ്റി ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ 0 തൊട്ട് 1 വരെ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1, അവിടെ എഫ് ഓഫ് ഗാമ എന്നുള്ളത് 1 ആണ്. കോസ് ഒമേഗ ഗാമ ഡി ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു 2/π. കോസ് ഒമേഗ ഗാമേനെ വിത്ത് റെസ്പെക്ട് ടു ഗാമ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ഗാമ ബൈ ഒമേഗ ഇൻ്റഗ്രൽ 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ എന്ന് കിട്ടും. ഫോറിയർ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കിട്ടും. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ കൊസൈൻ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്. കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ എഴുതാം. എ ഒമേഗ കണ്ടുപിടിക്കണം. എ ഒമേഗ എന്നുള്ളത് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ. 0 തൊട്ട് 1 വരെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഗാമ സ്ക്വയർ കോസ് ഒമേഗ ഗാമ ഡി ഗാമ. വിത്ത് റെസ്പെക്ട് ടു ഗാമയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോണേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഗാമ സ്ക്വയർ ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ കോസ് ഒമേഗ ഗാമയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ യു വി ഫോമിലാണ്. അപ്പോൾ യു വി ഫോമിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്നുള്ളത് യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് എക്സിട്ര. അതായത് ഫസ്റ്റ് ചെയ്യുമ്പോൾ 2/π ഫസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളത് ഗാമ സ്ക്വയർ, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കോസ് ഒമേഗ ഗാമയുടെ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ഗാമ ബൈ ഒമേഗ മൈനസ് ഇനി ആ ഒമേഗ സ്ക്വയറിനെ ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവാം, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോവാം. ഒമേഗ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഒമേഗ സൈൻ ഒമേഗ ബൈ ഒമേഗയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ഗാമ ബൈ ഒമേഗ സ്ക്വയർ. ഇനി 2 ഒമേഗനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 2 ഇൻറ്റു ഇനി അടുത്ത ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇക്വേഷനാണ്. അതായത് ഫസ്റ്റ് യുവിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോണു, ബിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോണു. ആ പ്രോസസ്സ് ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും. പിന്നെ പ്ലസും മൈനസും ഓൾട്ടർനേറ്റീവായിട്ട് ഇട്ട് കൊടുക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് 0 to 1 ലിമിറ്റ് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യുക. നമ്മുടെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ, 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ, ഫൈൻ ദി ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ കൊസൈൻ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്. കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2/π ഇൻ്റഗ്രൽ 0 to π സൈൻ ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ. അതായത് നമ്മൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് ശരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ 0 തൊട്ട് പൈ വരെ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. എഫ് ഓഫ് ഗാമ എന്നുള്ളത് സൈൻ ഗാമയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നോക്കി, സൈൻ എ കോസ് ബിയുടെ ഇക്വേഷൻ 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അതായത് സൈൻ എ കോസ് ബി എന്നുള്ളത് 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ആണ്. അപ്പോൾ അവിടെ എ ആയിട്ട് ഗാമ എടുക്കാം, ബി ആയിട്ട് ഒമേഗ ഗാമ എടുക്കാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 1/2 സൈൻ ഓഫ് ഗാമ പ്ലസ് ഒമേഗ ഗാമ പ്ലസ് സൈൻ ഓഫ് ഗാമ മൈനസ് ഒമേഗ ഗാമ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ആ 1/2
പുറത്ത് 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി 1/π ഇൻ്റഗ്രൽ 0 to π സൈൻ ഗാമ പ്ലസ് ഒമേഗ ഗാമ. രണ്ട് ടൈമിനും ഗാമ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താലോ നമുക്കതിനെ 1 + ഒമേഗ ഇൻറ്റു ഗാമ എന്ന് എഴുതാം. പ്ലസ് സൈൻ ഒമേഗ മൈനസ് ഗാമ മൈനസ് ഒമേഗ ഗാമേനെ സൈൻ 1 - ഒമേഗ ഗാമ എന്ന് എഴുതാം. ഇനി നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാലോ. 1/π മൈനസ് കോസ്, അതായത് സൈൻ 1 + ഒമേഗ ഗാമനെ വിത്ത് റെസ്പെക്ട് ടു ഗാമ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് 1 + ഒമേഗ ഗാമ ഡിവൈഡ് ബൈ 1 + ഒമേഗ മൈനസ് കോസ് 1 - ഒമേഗ ഗാമ ബൈ 1 - ഒമേഗ. ലിമിറ്റ് കൊടുക്കുക 0 to π. നമ്മൾ ആദ്യം ഗാമയ്ക്ക് പൈ കൊടുക്കണു, പിന്നെ ഗാമയ്ക്ക് 0 കൊടുക്കണു. സിംപ്ലിഫൈ ചെയ്യാം. അപ്പം നോക്കിയേ, നമുക്ക് വരുന്നത് 1/π ഇൻറ്റു മൈനസ് കോസ് 1 + ഒമേഗ ഇൻറ്റു പൈ ബൈ 1 + ഒമേഗ മൈനസ് കോസ് 1 - ഒമേഗ പൈ ബൈ 1 - ഒമേഗ പ്ലസ് 1/1 + ഒമേഗ പ്ലസ് 1/1 - ഒമേഗ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കി. ആ ലാസ്റ്റ് 1/1 + ഒമേഗ പ്ലസ് 1/1 - ഒമേഗ അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ, 2/1 - ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക, 1 - ഒമേഗ പ്ലസ് 1 + ഒമേഗ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 + ഒമേഗ ഇൻറ്റു 1 - ഒമേഗ a + b ഇൻറ്റു a - b a² - b സ്ക്വയർ, അങ്ങനെ അത് 2/1 - ഒമേഗ സ്ക്വയർ എന്നാവും. ഇനി നമ്മൾ നോക്കിയേ, കോസ് 1 + ഒമേഗ പൈ ഫസ്റ്റത്തെ ടേം മൈനസ് കോസ് 1 + ഒമേഗ പൈ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, കോസ് മൈനസ് അവിടെ ഉണ്ട്, കോസ് ഒമേഗ പൈ പ്ലസ് പൈ എന്ന് എഴുതാം. നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ടേം മൈനസ് കോസ് ഓഫ് 1 + ഒമേഗ ഇൻറ്റു പൈ എന്നാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് കോസ് ഓഫ് ഒമേഗ പൈ പ്ലസ് പൈ എന്ന് എഴുതാം. നമുക്കൊരു റിസൾട്ട് ഉണ്ട്, കോസ് x + പൈ എന്നുള്ളത് മൈനസ് കോസ് എക്സ് ആണ്. കോസ് x + പൈനെ നമുക്ക് മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ കോസ് ഒമേഗ പൈ പ്ലസ് പൈനെ നമുക്ക് മൈനസ് കോസ് ഒമേഗ പൈ എന്ന് എഴുതാലോ. ആ മൈനസും ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ കോസ് ഒമേഗ പൈ ആവണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് കോസ് ഒമേഗ പൈ ആവണേ. അതുപോലെ തന്നെ സെക്കൻഡ് ടേമിൽ മൈനസ് കോസ് 1 - ഒമേഗ പൈ, അതിന് നമുക്ക് കോസ് 1 - പൈ മൈനസ് ഒമേഗ പൈ എന്ന് എഴുതാം. കോസ് പൈ മൈനസ് ഒമേഗ പൈ എന്നുള്ളതും മൈനസ് കോസ് ഒമേഗ പൈ ആണ്. മൈനസും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആ ടേമും എന്താവും, പ്ലസ് കോസ് ഒമേഗ പൈ ആവും. രണ്ട് ടൈമിൽ നമ്മൾ കോസ് ഒമേഗ പൈ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കണു. അപ്പോൾ 1/1 + ഒമേഗ പ്ലസ് 1/1 - ഒമേഗ എന്ന് കിട്ടും. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 2/1 - ഒമേഗ സ്ക്വയർ ആവും. എന്നിട്ട് രണ്ട് ടേമിൽ നമ്മൾ 2/1 - ഒമേഗ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, a omega is equal to 2/π ഇൻറ്റു 1 - ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ പൈ പ്ലസ് 1 എന്ന് കിട്ടും. ഫൊറിയർ ഇൻ്റഗ്രലിലും ഉണ്ട് a ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൊറിയർ ഇൻ്റഗ്രൽ കിട്ടും. ഫൊറിയർ ഇൻ്റഗ്രൽ അല്ല, ഇത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, f of x is equal to e raised to - x if 0 less than x less than a, 0 if x greater than a, infinity otherwise. Find Fourier cosine integral. അപ്പോൾ നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ്റെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എഴുതാം. a ഒമേഗ കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ a ഒമേഗ എന്താ വരാം, a ഒമേഗ ഈസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to infinity f ഓഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ. അപ്പോൾ നമ്മൾ ആയിക്കൂടി ഫംഗ്ഷന് 0 തൊട്ട് a വരെ വാല്യൂ ഉള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to a f ഓഫ് ഗാമ എന്നുള്ളത് എന്താ, e റേസ് ടു മൈനസ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ. ഇവിടെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ. അതിനെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നോക്കി, നമ്മൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് എന്നുള്ളത്. ഈ ഇക്വേഷൻ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് എന്നുള്ളത് ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ആണ്. അപ്പോൾ നമ്മളവിടെ കമ്പയർ ചെയ്യാം. ഈ ഫോമിലാണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ കിടക്കണേ. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എ എന്നുള്ളത് എന്താ വരുന്നത്, എ എന്നുള്ളത് ഇവിടെ -1 ആണ്, ബി എന്നുള്ളത് ഒമേഗയാണ്.
അപ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് ഇ റേസ് ടു മൈനസ് ഒമേഗ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ്, അതായത് മൈനസ് കോസ് ഒമേഗ ഗാമ പ്ലസ് ബി സൈൻ ബി എക്സ്, അതായത് ഒമേഗ സൈൻ ഒമേഗ ഗാമ. ലിമിറ്റ് കൊടുക്കുക 0 to a, ലിമിറ്റ് അപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഒമേഗ കിട്ടും. എന്നിട്ട് നമ്മുടെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ, 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ, ഫൈൻ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോമുല എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. അപ്പോൾ നമ്മൾ ഇവിടെ 0 തൊട്ട് പൈ വരെ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് കോസ് ഗാമയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/π ഇൻ്റഗ്രൽ 0 to π കോസ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. കോസ് എ സൈൻ ബി ഫോമിലാണ് കിടക്കുന്നത്. കോസ് എ സൈൻ ബി എന്നുള്ളത് 1/2 സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ആണ്. അപ്പോൾ എ ആയിട്ട് ഗാമ എടുക്കുക, ബി ആയിട്ട് ഒമേഗ ഗാമ എടുക്കുക. അപ്പോൾ എന്ത് വരും? 1/2 സൈൻ ഗാമ പ്ലസ് ഒമേഗ ഗാമ മൈനസ് സൈൻ ഗാമ മൈനസ് ഒമേഗ ഗാമ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2/π അവിടെ ഓൾറെഡി ഉണ്ട്, 1/2 ഇൻ്റഗ്രലിനെ പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ 0 to π സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു ഗാമ മൈനസ് സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു ഗാമ ഡി ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു 2 ക്യാൻസൽ ചെയ്ത് പോയി 1/π സൈൻ 1 പ്ലസ് ഒമേഗ ഗാമേനെ മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ ഗാമ ബൈ 1 പ്ലസ് ഒമേഗ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടണതാണ് കേട്ടോ. മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ ഗാമ ബൈ 1 പ്ലസ് ഒമേഗ. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് കോസ് 1 മൈനസ് ഒമേഗ ഗാമ ബൈ 1 മൈനസ് ഒമേഗ. ലിമിറ്റ് കൊടുക്കുക 0 to π. ലിമിറ്റ് അപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ സിംപ്ലിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. നോക്കി, ആദ്യം ഗാമയ്ക്ക് പൈ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് കോസ് ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ ആണ്. നമ്മൾ പറഞ്ഞു കോസ് എക്സ് പ്ലസ് പൈ എന്നുള്ളത് മൈനസ് കോസ് എക്സ് പൈ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് അത് കോസ് പൈ ഒമേഗ ആവണത്. നേരത്തെ നമ്മൾ ചെയ്തതാണ് സിംപ്ലിഫിക്കേഷൻ, അതേ സെയിം സിംപ്ലിഫിക്കേഷൻ തന്നെയാണ് വരണത്. എന്നിട്ട് -1/1 പ്ലസ് ഒമേഗ പ്ലസ് 1/1 മൈനസ് ഒമേഗ എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. കോമൺ ആയിട്ടുള്ള ടേമിനൊക്കെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പം നമുക്ക് ബി ഓഫ് ഒമേഗ കിട്ടും. ഇൻ്റഗ്രലിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സിംപ്ലിഫിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത സെയിം സിംപ്ലിഫിക്കേഷൻ തന്നെയാണ്. നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 സൈൻ എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ പൈ. അപ്പം നമുക്കിവിടെ ഫൊറിയർ ഇൻ്റഗ്രലോ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലോ ഫൊറിയർ കോസൈൻ ഇൻ്റഗ്രലോ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഒരു ഇൻ്റഗ്രൽ തന്നിട്ട് അതിൻ്റെ വാല്യൂ ഇതാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ അവിടെ വന്നേക്കുന്ന ടേം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. അതിൻ്റെ കൂടെ അവിടെ ഒരു മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. സൈൻ ഒമേഗ എക്സ് ആണ് വന്നേക്കണത്. സൈൻ ഒമേഗ എക്സ് എന്ന് പറഞ്ഞ ടേം അതിൽ കണ്ടെയ്ൻ ചെയ്യണോണ്ട് നമുക്ക് എന്ത് പറയാം? അത് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും. ഇവിടെ കോസ് ആണ് വന്നെങ്കിൽ നമുക്ക് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആയിരുന്നു എന്ന് പറയാം. സൈനും കോസും ഉണ്ടെങ്കിൽ അത് ഫൊറിയർ ഇൻ്റഗ്രലാണ്. ഇവിടെ സൈൻ്റെ ടേം മാത്രമേ ഉള്ളൂ, സൈൻ ഒമേഗ എക്സ്. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ LHS എന്നുള്ളത് RHSൻ്റെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. നമ്മൾ RHS വന്നേക്കണേനെ നമ്മൾ എന്തായിട്ട് എടുക്കണു? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനായിട്ട് എടുക്കണു. എന്നിട്ട് അതിൻ്റെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് LHS കിട്ടും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് RHS ചൂസ് ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്താ? π/2 സൈൻ എക്സ് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഇനി നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ സൈൻ റെപ്രസെൻറ്റേഷൻ എന്താ പറയുക? സൈൻ ഇൻ്റഗ്രൽ എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ബി ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ.
എഫ് ഓഫ് ഗാമ എന്നുള്ളത് 0 തൊട്ട് പൈ വരെ വാല്യൂ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക π/2 സൈൻ ഗാമ. അപ്പോൾ 2/π ഇൻ്റഗ്രൽ 0 to π/2 സൈൻ ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. 2/πയും π/2 ക്യാൻസൽ ചെയ്ത് പോവും. ഇനി സൈൻ എ സൈൻ ബിയുടെ ഇക്വേഷൻ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. നോക്കി, ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളേ. സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. അപ്പോൾ എ ആയിട്ട് ഇവിടെ ഗാമയും ബി ആയിട്ട് ഒമേഗ ഗാമയാണ് എടുക്കണത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ഇൻ്റഗ്രലിലുള്ള എന്താ വരാം? അപ്പോൾ ഇൻ്റഗ്രലിലുള്ള എന്താ പറഞ്ഞത്? 1/2 കോസ് 1 മൈനസ് ഒമേഗ ഗാമ മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ ഗാമ ഡി ഗാമ എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 1 മൈനസ് ഒമേഗ ഗാമ ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു ഗാമ ബൈ 1 പ്ലസ് ഒമേഗ എന്ന് കിട്ടും. ലിമിറ്റ് 0 to π. നോക്കി, സൈൻ പൈ മൈനസ് എക്സ് എന്നുള്ളത് സൈൻ എക്സ് ആണ്. സൈൻ പൈ പ്ലസ് എക്സ് എന്നുള്ളത് മൈനസ് സൈൻ എക്സ് ആണ്. ഈ രണ്ട് ഫോർമുല നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബി ഒമേഗയുടെ വാല്യൂ എന്നുള്ളത് 1/2 സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ പ്ലസ് സൈൻ പൈ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ എന്ന് കിട്ടും. സൈൻ പൈ ഒമേഗ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബി ഒമേഗ ഇസ് ഈക്വൽ ടു സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ആ ഇൻ്റഗ്രലിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ പ്രൂഫായി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സംഭവമായി. നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ തന്നെയാണ്. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്നുള്ളത് എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? π/2 x if 0 less than x less than 1, π/4 if x is equal to 1, 0 if x greater than 1. അപ്പോൾ നോക്കി, LHSൽ നമ്മുടെ ഇൻ്റഗ്രലിൽ കിടക്കുന്ന ടേം എന്നുള്ളത് സൈൻ ഒമേഗ എക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ RHSൻ്റെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് RHS എടുക്കുക, അതിൻ്റെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ബി ഓഫ് ഒമേഗയുടെ ഇക്വേഷൻ ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക. 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. എഫ് ഓഫ് ഗാമ എന്താ വരണേ? 0 തൊട്ട് 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ π/2 ഗാമയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/πയും π/2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇൻ്റഗ്രൽ 0 to 1 ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. നമ്മളതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു യു v1 മൈനസ് യു ഡാഷ് v2. ആ ഫോം വെച്ചിട്ട് യു ആയിട്ട് ഗാമ എടുക്കുക, വി ആയിട്ട് സൈൻ ഒമേഗ ഗാമ എടുക്കുക. അപ്പോൾ ഗാമ ഇൻറ്റു സൈൻ ഒമേഗ ഗാമയുടെ ഇൻ്റഗ്രൽ എന്നുള്ളത് മൈനസ് കോസ് ഒമേഗ ഗാമ ബൈ ഒമേഗ മൈനസ് ഗാമയുടെ ഡെറിവേറ്റീവ് 1. സെക്കൻഡ് ടേമിൻ്റെ ഇൻ്റഗ്രലിൽ മൈനസ് സൈൻ ഒമേഗ ഗാമ ബൈ ഒമേഗ സ്ക്വയർ. ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. നമ്മൾ ഇൻ്റഗ്രൽ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ റിക്വയർഡ് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൂഫായി. നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ തന്നെ പ്രോബ്ലം ആണ്. പ്രോബ്ലം ആയിട്ട് വന്നത് ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ എന്നുള്ളത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. 0 if x less than 0, π/2 if x is equal to 0, π raised to minus x if x greater than 0. അപ്പോൾ നമുക്ക് തന്നേക്കണ ഇൻ്റഗ്രൽ ഒന്ന് നോക്കി. അതിൽ കോസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞ ടേമും ഉണ്ട്, സൈൻ ഒമേഗ എക്സ് എന്ന് പറഞ്ഞ ടേമും ഉണ്ട്. സൈൻ മാത്രമുള്ളെങ്കിൽ നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും കണ്ടുപിടിക്കണേ. കോസിൻ്റെ ടേം മാത്രമുള്ളെങ്കിൽ നമ്മൾ ഫൊറിയർ കോസൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും കണ്ടുപിടിക്കണേ. ഇവിടെ സൈൻ്റെയും കോസിൻ്റെയും ടേം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കുക? ഫൊറിയർ ഇൻ്റഗ്രൽ ആയിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് RHS എടുക്കുക. എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. എ ഒമേഗ കണ്ടുപിടിക്കുക. 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഗാമ കോസ് ഒമേഗ ഗാമ ഡി ഗാമ.
നോക്കിയേ, അപ്പോൾ എക്സ് ലെസ് ദാൻ 0യിൽ 0 ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 0 ഒരൊറ്റ പോയിന്റിലാണ് അത് π/2 ഉള്ളൂ. അപ്പോൾ ആ പോയിന്റ് നോക്കേണ്ട ആവശ്യമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ πe⁻x ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി πe⁻γ cos ഒമേഗ ഗാമ ഡി ഗാമ. പൈയും ക്യാൻസൽ ചെയ്ത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻γ cos ഒമേഗ ഗാമ ഡി ഗാമ എന്ന് കിട്ടും. അത് L ഓഫ് cos ഒമേഗ ഗാമയാണ് വിത്ത് എസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കറിയാം cos ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് s/s² + ω² ആണ് വിത്ത് എസ് ഇസ് ഈക്വൽ ടു 1. എസിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/1 + ω² എന്ന് കിട്ടും. ഇനി എന്തും കൂടി കണ്ടുപിടിച്ചാൽ മതി, ബി ഒമേഗ കണ്ടുപിടിക്കാം. ബി ഒമേഗ എന്നുള്ളത് 1/π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f ഓഫ് ഗാമ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി πe⁻γ സൈൻ ഒമേഗ ഗാമ ഡി ഗാമ. പൈ ക്യാൻസൽ ചെയ്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ഗാമ എന്ന് കിട്ടും വിത്ത് എസ് ഇസ് ഈക്വൽ ടു 1. നോക്കിയേ, അപ്പോൾ L ഓഫ് സൈൻ ഒമേഗ ഗാമ എന്താ, ω/s² + ω², വേർ എസ് ഇസ് ഈക്വൽ ടു 1. എസിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ω/1 + ω² എന്ന് കിട്ടും. ഇനി നമ്മുടെ ഫോറിയർ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോറിയർ ഇൻ്റഗ്രലിൽ A ഓഫ് ഒമേഗയും B ഓഫ് ഒമേഗയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ 5th മൊഡ്യൂൾ ഇതോടുകൂടി കഴിഞ്ഞു. താങ്ക് യു.